നമസ്കാരം. ഞങ്ങൾ ചെമ്പകം റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളാണ്. മിൽമ പ്ലാന്റ് ഒന്ന് സന്ദർശിക്കാൻ വന്നതാ. നല്ല കാര്യം. ഞങ്ങൾക്ക് പാൽ പാസ്ചറൈസേഷൻ ചെയ്യുന്നത് കാണാനായിരുന്നു. പാലിൽ കടന്നുകൂടുന്ന അണുജീവികൾ പാല് കേടുവരുത്തുന്നവ മാത്രമായിരിക്കില്ല, രോഗാണുക്കളും ഉണ്ടാവും ആ കൂട്ടത്തില്. കണ്ടോ, 72 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുകയാണ് പാല്. രോഗാണുക്കളിൽ ഏറ്റവും കൂടിയ ഊഷ്മാവ് താങ്ങാൻ ശേഷിയുള്ളത് ക്ഷയരോഗാണുക്കൾക്കാണ്. അത് 72 ഡിഗ്രി സെന്റിഗ്രേഡിലെ നശിക്കൂ. അതായത് ക്ഷയരോഗാണുക്കൾ നശിച്ചു കഴിഞ്ഞാൽ മറ്റൊരു രോഗാണുവും പാലിൽ നിലനിൽക്കാൻ സാധ്യതയില്ല. 72 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ പാല് 16 സെക്കൻഡ് അതേ ഊഷ്മാവിൽ നിലനിർത്തിയ ശേഷം ഉടനെ 4 ഡിഗ്രി വരെ തണുപ്പിക്കും. അപ്പോഴേ പാസ്ചറൈസേഷൻ പൂർണ്ണമാവൂ. പിന്നെ പാസ്ചറൈസേഷൻ കാര്യമായി നടന്നോ എന്നറിയാൻ ടെസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ലാബ് ക്ലിയറൻസ് കിട്ടിയാൽ ഉടനെ പാക്കിംഗ് ചെയ്യാം. കണി കണ്ടുണരാൻ മിൽമയുടെ നന്മയുള്ളപ്പോൾ വിഷു ഐശ്വര്യ സമ്പൂർണമാവും. എല്ലാവർക്കും മിൽമയുടെ വിഷു ആശംസകൾ.